മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് മാളവിക. ചില സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സീരിയൽ അഭിനയമാണ് മാളവികയെ കൂടുതൽ പ്രേക്ഷകപ്രിയയാക്കിയത്. കഴിഞ്ഞ 5 വർഷമായി മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവെന്ന പരമ്പരയിലാണ് താരം അഭിനയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2 മാസം മുൻപ് മാളവിക ഈ സീരിയലിൽ നിന്ന് പിന്മാറിയിരുന്നു. സീരിയലിൽ നിന്ന് പിന്മാറാനുള്ള കാരണം വ്യക്തമല്ലെങ്കിലും സീരിയലിൽ നിന്ന് മാറിയതിനു ശേഷം മാളവിക പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പൊന്നമ്പിളി എന്ന സീരിയൽ തൊട്ട് അങ്ങോട്ട് വിശ്രമമില്ലാത്ത അഭിനയമായിരുന്നു. ഇപ്പോൾ ശരിക്കും മടുത്തിരിക്കുന്നു. ഇനി അല്പം റെസ്റ്റ് വേണം. കുറച്ചു നാളത്തേക്ക് സീരിയലുകളോട് താൽക്കാലികമായി വിട പറയുന്നുവെന്നാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവെന്ന സീരിയലിലെ തന്റെ CM പോസ്റ്റിനെയും മിസ് ചെയ്യുന്നുവെന്നാണ് താരം പറഞ്ഞത്. മാളവിക സീരിയലിൽ നിന്ന് പിന്മാറിയത് താരത്തിന്റെ ആരാധകരെ ഏറെ വിഷമത്തിലാക്കിയിരുന്നു. മാളവിക എത്രയും പെട്ടെന്ന് സീരിയലിലെ ഞങ്ങളുടെ അഞ്ജലിയായി തിരിച്ചു വരണമെന്നാണ് ആരാധകർ ഒന്നടങ്കം പറഞ്ഞത്. നിരവധി പ്രേക്ഷകർ മാളവിക തിരിച്ചു വരണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. സീരിയലിൽ നിന്ന് പിന്മാറിയതിനു ശേഷം താരത്തെ സംബന്ധിക്കുന്ന യാതൊരുവിധ വിശേഷങ്ങളും ആരാധകർക്ക് അറിയുവാൻ സാധിച്ചിരുന്നില്ല. മാളവിക തന്റെ അവധി ആഘോഷിക്കുവാനായി വിദേശ രാജ്യത്തേക്ക് പോയോ, ഇനി എന്തെങ്കിലും വലിയ പ്രോജക്റ്റുമായി തിരക്കിലാണോ, ആരാധകർ ആരും അറിയാതെ മാളവികയുടെ വിവാഹ ഒരുക്കങ്ങൾ നടക്കുകയാണോ, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും പല കോണുകളിൽ നിന്നായി ഉയരുന്നുണ്ട്. അഭിനയത്തിനു പുറമെ നല്ലൊരു നർത്തകി കൂടിയാണ് മാളവിക. മലയാളത്തിൽ എന്ന പോലെ തമിഴിലും നിരവധി ആരാധകരുണ്ട് താരത്തിന്. തമിഴ് മിനി സ്ക്രീനിലും നിറസാന്നിധ്യമായിരുന്നു മാളവിക. സൺ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നന്ദിനി എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകരുടെയും തമിഴ് പ്രേക്ഷകരുടെയും ഇഷ്ടതാരമായി മാറുകയായിരുന്നു മാളവിക. പുതിയൊരു പരമ്പരയിലൂടെ മാളവിക എത്രയും പെട്ടെന്ന് മിനി സ്ക്രീനിലേക്ക് തിരികെ വരണമെന്നാണ് മാളവികയുടെ ആരാധകർ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ബിഗ് സ്ക്രീനിലൂടെയാണ് മാളവിക തിരികെ വരുന്നതെങ്കിൽ അതിലേറെ സന്തോഷമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.